സ്റ്റാർട്ടിങ് കൗൺസിലിംഗ് തൊട്ട് വിസയുടെ പ്രോസസ്സിങ്ങിൻ്റെ എൻഡ് വരെ എനിക്ക് ഫുൾ ഓൺലൈൻ സപ്പോർട്ട് ചെയ്ത് തന്നത് സ്പാനാണ്. ഇനി ലാസ്റ്റ് പക്ഷേ ഇതില്ലായിരുന്നെങ്കിൽ ഇവിടെ എത്തില്ല എന്നുള്ളത് പറയണമെങ്കിൽ IELTS കോച്ചിങ് എനിക്കൊരു 1 month കിട്ടിയിരുന്നു. ഇനി ആരെങ്കിലും എൻ്റെ ഫാമിലിയിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് പോകാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ സ്പാൻ റെഫർ ചെയ്യും. ഹായ്, എൻ്റെ പേര് എഞ്ചലീന എന്നാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ പോകാൻ പോകുന്നത് ജർമ്മനിയിലേക്കാണ്. ഞാൻ BSc സൈക്കോളജി പഠിക്കാൻ BSBI കോളേജിലേക്കാണ് പോകുന്നത്. എനിക്ക് എൻ്റെ ഒരു കസിനാണ് സ്പാൻ ആക്ച്വലി റെഫർ ചെയ്ത് തന്നത്. ആൻഡ് എൻ്റെ എല്ലാ പ്രോസസ്സും സ്റ്റാർട്ടിങ് കൗൺസിലിംഗ് തൊട്ട് വിസയുടെ പ്രോസസ്സിങ്ങിൻ്റെ എൻഡ് വരെ എനിക്ക് ഫുൾ ഓൺലൈൻ സപ്പോർട്ട് ചെയ്ത് തന്നത് സ്പാനാണ്. അതിന് ബിഗ് താങ്ക്സ് ടു ശ്രുതി മാം ഫ്രം കൗൺസിലിംഗ് ടു പിന്നെ ലാസ്റ്റ് ഇപ്പോൾ ഐശ്വര്യ മാമും ലൈക്ക് പ്രോസസ്സിങ്ങിൻ്റെ കഴിഞ്ഞിട്ട് ഇവൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഹെൽപ്പ് ഒരാളാണ് ചെയ്തു തന്നത്. പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ വെയിറ്റിംഗ് ആണ് പോകാനായിട്ട്. അപ്പോൾ ഈ വരുന്ന 7th ഞാൻ പോകുന്നത്. പിന്നെ ഞാനിപ്പോൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും വിസയും കൗൺസിലിങ്ങും ഒക്കെ ഓൺലൈൻ ത്രൂ ആണ്. ഞാൻ ആകെ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. ബട്ട് എല്ലാ പ്രോസസ്സും ഭയങ്കര ഈസി ആയിരുന്നു. അതുപോലെ തന്നെ കുറേ പേരോട് എനിക്ക് താങ്ക്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സ്മിത മാമിനോട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ ശ്രുതി മാം സ്റ്റാർട്ടിങ് കൗൺസിലിംഗ് തൊട്ടിട്ട് ഹെൽപ്പ് ചെയ്തതിന് ശ്രുതി മാമിന് ഒരു താങ്ക്സ് ഉണ്ട്. അതേപോലെ ഐശ്വര്യ മാം ഈ വിസ പ്രോസസ്സിങ്ങും അതുപോലെ ലാസ്റ്റ് മിനിറ്റ് ഹെൽപ്പ് ചെയ്തു. ഇനി അവിടെ പോയിട്ട് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞത് ഐശ്വര്യ മാം ആണ്. ഇനി ലാസ്റ്റ് പക്ഷേ ഇതില്ലായിരുന്നെങ്കിൽ ഇവിടെ എത്തില്ല എന്നുള്ളത് പറയണമെങ്കിൽ IELTS കോച്ചിങ് എനിക്കൊരു 1 month കിട്ടിയിരുന്നു. അതിന് ധൻഡ്ര മാമിൻ്റെ അടുത്തും താങ്ക്സ്. ഇനി ഫൈനലായിട്ട് ഇനി ആരെങ്കിലും എൻ്റെ ഫാമിലിയിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് പോകാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ സ്പാൻ റെഫർ ചെയ്യും. കാരണം ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ക്ലിയർ ആയിട്ട് എനിക്ക് പോകാൻ പറ്റി. അപ്പോൾ ബിഗ് താങ്ക്സ്.